ലോക്സഭ ഇലക്ഷനിൽ എല്ലായിടത്തും തന്നെ BJPക്ക് സാധ്യത കുറച്ച് കൂടുതലാണ് തോന്നുന്നത്. കാരണം സ്റ്റേറ്റിലെ പോലെ അല്ലല്ലോ ആളുകൾ കാണുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ട് വിടുമ്പോൾ എന്നാൽ പിന്നെ BJP ആയിക്കോട്ടെ, അവർക്കല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഇല്ലെന്നല്ല പറയണത്. ഒരു പൊതുവെ അങ്ങനെ ഒരു അനക്കമാണ് കാണുന്നത്. ഞാൻ പിന്നെ കൂടുതൽ ന്യൂസൊന്നും കാണാറില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കണില്ല, അത്രേ ഉള്ളൂ. രാജ്യത്തെ അവർക്കല്ലേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ചോദിച്ചെടുത്ത് ഞാൻ ചോദിക്കുക, ബ്രിട്ടീഷുകാർ കരിമ്പിൻ ചണ്ടി പോലെ ചവച്ചു തുപ്പിപ്പോയൊരു രാജ്യത്തെ ഇന്ന് കാണുന്ന ഈ ലെവലിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി ഇപ്പുറത്ത് ശക്തമായി ഉണ്ട്. ഇപ്പം BJP ഭരണം, വാജ്പേയിയുടെ ഭരണം കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ 10 വർഷം നരേന്ദ്രമോദി ഭരണമാണ്. മോദി ഭരണത്തിൽ കാലത്തിനൊത്ത് മാറി വന്ന ഒരു നാട്, ആ നാട്ടിൽ എന്തൊക്കെയോ അദ്ദേഹം കാട്ടിക്കൂട്ടി. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ PR വർക്കുകൾ, അങ്ങനെയല്ലേ അതിനെ വിലയിരുത്തുന്നത്? അങ്ങനെ നമ്മൾ പറഞ്ഞ ഏകപക്ഷീയമായി പോവും. കാരണം ഇന്ത്യ മുന്നണി കോൺഗ്രസ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്തേനെ. ഈ അവിയൽ കച്ചവടം നമുക്ക് താല്പര്യമില്ല. കാരണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ചെല്ലുമ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ കൂടണമെന്ന് പറഞ്ഞാൽ എനിക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസ് ആയിട്ട് നിന്നാൽ അതിനൊരു സന്തോഷം ഉണ്ടായിരുന്നു, അഭിമാനം ഉണ്ടായിരുന്നു. ഇത് സകല കച്ചറകളെയും കൂട്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടുകൂടി അവിയിലായി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? പണ്ട് BJP അങ്ങനെയായിരുന്നു സ്ഥാനം ഏറ്റെടുക്കാൻ വന്നത്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഗവൺമെൻറ് ആയിരുന്നു. അങ്ങനെ ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ട് ഓപ്പോസിഷനിൽ പോലും ഇരുന്നാൽ പവർ ഉണ്ടാവില്ല. അതിൽ നല്ലത് ഏറ്റവും കൂടുതൽ BJPക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറേ കാര്യങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കാൻ പറ്റും. അത് ശക്തമായ ഒരു പ്രതിപക്ഷം ഇപ്പുറത്ത് വേണ്ടേ? പ്രതിപക്ഷം ഉണ്ടാവണമെങ്കിൽ ഈ നയം പോരാ. പ്രതിപക്ഷത്തിൻ്റെ ഈ ഫ്രീ കൊടുക്കുന്ന സിസ്റ്റം നിർത്തണം. രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തയായിരിക്കണം. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനുള്ള ഒരു ചിന്തയുമല്ല ഉള്ളത്. ആ വിഷയങ്ങളല്ല സംസാരിക്കുന്നത്. സംസാരം മുഴുവൻ എന്തൊക്കെയുണ്ട്, പക്ഷേ അതൊന്നും രാജ്യത്തിന് പുരോഗമനം ലഭിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം നമ്മൾ കേരളം മാത്രം എടുത്തു നോക്കും. വ്യക്തിപരമായിട്ട് ഞാനും നിങ്ങളും എല്ലാം സാമ്പത്തികമായിട്ട് ഉയരുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡുകൾ, വികസനം ഇതെല്ലാം വളരെ സൂക്ഷിച്ച് നിൽക്കുക. ഈ വികസനം പോരാ, നമുക്ക് റോക്കറ്റ് വികസനം തന്നെ വേണം. വളരെ ഫാസ്റ്റായിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. അവിടെ ഒരു പ്രതീക്ഷ ഇപ്പോൾ എന്താണെങ്കിലും BJP നൽകുന്നുണ്ട്. ഒരു സ്റ്റേബിൾ സർക്കാർ വരാനുള്ള സ്കോപ്പുണ്ട്. അവിടെ നമ്മൾ അവിടെ ഇവിടെയും ആർക്കെങ്കിലും ഇതിനും അതിനുമൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ സ്റ്റേബിൾ സർക്കാർ വരണമെന്ന് പറയുമ്പോഴും അതിൻ്റെ അപ്പുറത്ത് വർഗീയമായ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ വയനാടിൻ്റെ കേസ് എടുക്കുക. വയനാട്ടിൽ K. സുരേന്ദ്രൻ മത്സരത്തിനായി ചെല്ലുന്നു. അവിടെ അദ്ദേഹം ചെന്നത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവന സുൽത്താൻ ബത്തേരിയുടെ പേര് ഞാൻ മാറ്റി ഗണപതി വട്ടം എന്നാക്കുമെന്നായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് പറയും? ഇതിനൊന്നും നമുക്ക് ഉത്തരവില്ല. കാരണം ഇതല്ല രാഷ്ട്രീയം. രാഷ്ട്രത്തിന് ഉന്നമനം നൽകുന്ന ഒരു വീക്ഷണമായിരിക്കണം. അത് കേരളത്തിലെ ഏറ്റവും നല്ല സ്പീച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെയാണ്. രണ്ടാമത്തെ അതേപോലെ തന്നെ നമുക്ക് പറയാം നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ, പിന്നെ ശോഭാ സുരേന്ദ്രൻ ഒക്കെ പറയുന്നത് ഓക്കെയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി കുറേ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് സംസാരിച്ച 2 വ്യക്തികളുടെ പേരാപ്പം ഞാനീ പറഞ്ഞത്. കൃഷ്ണകുമാർ സംസാരിച്ചതിൽ എന്താണ് നല്ല പ്രശ്നം? വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പുള്ളിക്ക് ചെയ്യാനുണ്ട്. പുള്ളി പറയുന്നതിന് പൊട്ടൻഷ്യൽ ഉണ്ട്. പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും നല്ല സ്പീച്ച് എനിക്ക് തോന്നിയത് ആ കോളേജിൽ പറഞ്ഞിട്ട് ഒരു വളരെ ചെറിയ ബിറ്റുകളാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും ഞങ്ങൾ ഇന്ന് രാവിലെ NK പ്രേമചന്ദ്രനും മുകേഷും ഞാനും കൂടി പ്രതിവാദ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ തമ്മിലില്ലാത്ത ശത്രുതയാണോ കുട്ടികളെ? എക്സാക്ട്ലി ഇതാണ് ഒരു രാഷ്ട്രീയക്കാരൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാണ്ട് തമ്മിത്തല്ലോട് മക്കളെ വഴക്കുണ്ടാക്കുന്ന പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അതാണ് ശരിയായ രാഷ്ട്രീയ വീക്ഷണം. അതാണ് അതിൻ്റെ അപ്പുറത്ത് ഈ കൃഷ്ണകുമാറിൻ്റെ മറ്റൊരു പ്രസ്താവന നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. എനിക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ തറവാടുകളിൽ ജോലിക്ക് വരുന്നവർക്ക് മുറ്റത്ത് കുഴി കുത്തി അതിൽ ഇലയിട്ട് അതിൽ കഞ്ഞി വിളമ്പി കൊടുക്കുമായിരുന്നു എന്ന് അഭിമാനത്തോടെ പറഞ്ഞൊരു കൃഷ്ണകുമാറുണ്ട് മാസങ്ങൾക്ക് മുമ്പ്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ അല്ല, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെ അഭിമാനത്തോടെ കാണുന്ന ഒരു നായർ ബോധം ഉള്ളിൽ ഒളിപ്പിച്ച് നടത്തുന്ന ഒരു കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാർ എന്ന് തെളിയിച്ചിരുന്ന പ്രസ്താവന. അറിയില്ലാത്തത് ഞാൻ എങ്ങനെ പറയാൻ പറ്റും? അതിനെപ്പറ്റി എനിക്ക് കമന്റ് പറയാൻ പറ്റില്ല.